നമസ്കാരം. ലോക പ്രശസ്തമായ അമർനാഥ് യാത്ര ജൂലൈ 3 മുതൽ ആരംഭിക്കുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തൊട്ടു പിന്നാലെ നടക്കുന്ന ഈ യാത്രയുടെ സുരക്ഷ കണക്കിലെടുത്ത് കേന്ദ്രം കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമർനാഥ് യാത്രാപാതയിലെ ഓരോ ഘട്ടത്തിലും പോലീസിനെയും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട്. പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണം കണക്കിലെടുത്ത് ഈ വർഷത്തെ അമർനാഥ് യാത്രയ്ക്കായി പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. യാത്രയ്ക്കിടെ മൊത്തം 581 കമ്പനി CISF ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ CRPF ഉദ്യോഗസ്ഥരെയും വിന്യസിക്കും. ഇതിൽ ഏകദേശം 42,000 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. CRPF-ഉം BSF-ഉം CISF-ഉം ITBP, SSB ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. ഇതിനു പുറമെ തീവ്രവാദ ഭീഷണികൾ തടയുന്നതിനായി യാത്രാ റൂട്ടിൽ FRC അതായത് ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം സംവിധാനവും സ്ഥാപിച്ചിട്ടുണ്ട്. അമർനാഥ് യാത്രയിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സൈന്യം, CRPF, ജമ്മു കാശ്മീർ പോലീസ്, അതോടൊപ്പം തന്നെ JKSDRF, ജമ്മു കാശ്മീർ സംസ്ഥാന ദുരന്ത നിവാരണ സേന, NDRF ഉദ്യോഗസ്ഥർ ഞായറാഴ്ച ജമ്മു ശ്രീനഗർ ദേശീയപാതയിലെ ഒരു സംയുക്തമായ ഒരു മോക്ക് ഡ്രിൽ നടത്തുകയും ചെയ്തിരുന്നു. വിവിധ സേനകൾ തമ്മിലുള്ള ഏകോപനം പരിശോധിക്കുകയും സുരക്ഷാ സേനയുടെ പ്രതികരണം വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് ഈ മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യമെന്ന് ഉധംപൂർ DSP പ്രഹ്ലാദ് കുമാർ പറഞ്ഞു. ഇതിനു പുറമെ അമർനാഥ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ പരിശോധിക്കുന്നതിനായി തീർത്ഥാടകർക്കായി യാത്രി നിവാസ് ബേസ് ക്യാമ്പിൽ ഒരു പരീക്ഷണ ബസ് യാത്ര നടത്തിയിട്ടുണ്ട്. അതേസമയം ജൂലൈ 3 ബൽതാൽ അതോടൊപ്പം പഹൽഗാം റൂട്ടിൽ നിന്നും അമർനാഥ് യാത്ര ആരംഭിക്കും. യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ജമ്മു ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. സരസ്വതി ഡാമിൽ ടോക്കണുകൾ വിതരണം ചെയ്യുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും നൽകുമെന്നും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമർനാഥ് യാത്ര ജൂലൈ 3 ആരംഭിച്ച് ഓഗസ്റ്റ് 9 അവസാനിക്കും. 2025 അമർനാഥ് യാത്രയ്ക്കുള്ള രജിസ്ട്രേഷൻ ഏപ്രിൽ 14 മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ശ്രീ അമർനാഥ് ജി ബോർഡ് വെബ്സൈറ്റിലൂടെ ഓൺലൈനായോ ഇന്ത്യയിലെ 540 ബാങ്ക് ബ്രാഞ്ചുകൾ വഴി ഓഫ്ലൈനായോ രജിസ്ട്രേഷൻ നടത്താം. 5 അതിലധികം പേരോ ഉണ്ടെങ്കിൽ ഗ്രൂപ്പ് രജിസ്ട്രേഷനും അവസരമുണ്ട്. ആദ്യം അപേക്ഷിക്കുന്നവർക്ക് ആദ്യം അനുമതി നൽകും. ആ ഒരു വിധത്തിലാണ് രജിസ്ട്രേഷൻ ക്രമീകരിച്ചിട്ടുള്ളത്. പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കനത്ത സുരക്ഷയാണ് ജമ്മു കാശ്മീരിലെങ്ങും ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്വമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9034347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.